ഭാഗം 22. വല്ലാത്തൊരു ഏകാന്തതയിലായിരുന്നു അവൾ വീട്ടിലേക്ക് ചെന്നിരുന്നത്. പ്രിയപ്പെട്ട എന്തോ ഒന്ന് അകന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കാനാണ് അവൻ പോയിരിക്കുന്നത്. പക്ഷേ വിരഹം അത് ഭീകരമാണ്. വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മയും ചേച്ചിയും തന്നോട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല എന്നത് അവളിൽ ഒരു സംശയം ഉളവാക്കിയിരുന്നു. പക്ഷെ അതിൻ്റെ കാരണം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലാത്തത് കൊണ്ട് തന്നെ നേരെ മുറിയിലേക്ക് പോയി കുളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഒന്നും മനസ്സിലാവാതെയാണ് അവൾ കുളിക്കാനായി അകത്തേക്ക് കയറിയത്. അവൾ അകത്തേക്ക് കയറി എന്ന് ഉറപ്പ് വരുത്തിയതോടെ ചേച്ചി അവളുടെ ബാഗ് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. ബുക്കും അതോടൊപ്പം അവളുടെ അലമാരയും പരിശോധിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവർക്ക് ലഭിച്ചിരുന്നില്ല. കാറ്റുപോലെയാണ് അമ്മ മുറിയിലേക്ക് കയറി വന്നത്. എന്തായിടി? ആദിയോട് ചോദിച്ചു. ഒന്നുമായില്ല, ബുക്കിലൊന്നുമില്ല, ഒന്നും കിട്ടിയില്ല. നീയല്ലേ പറഞ്ഞത് അവൾ രാത്രിയിൽ ആരെയോ വിളിക്കുന്നുണ്ടെന്ന്? അമ്മ ദീപ്തിയെ ശാസിച്ചു. സത്യമായിട്ടും ഞാൻ ഇന്നലെ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ കണ്ടതാ. അമ്മയുടെ ഫോണും കൊണ്ട് അവൾ അവിടെ പിന്നാമ്പുറത്തിരിക്കുന്നത്. എന്നെ അവൾ കണ്ടില്ല. കുറച്ചു നേരം ഞാൻ അവിടെ നിന്നു. അവൾ ആരോടോ പറയുന്നത് ഞാൻ കേട്ടു, നാളെ കാണാമെന്ന്. അതിപ്പോൾ എവിടെ വെച്ചാണെന്നൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചത് കൊണ്ട് അത് കേട്ടില്ല. ഞാൻ രാവിലെ തന്നെ ഫോൺ എടുത്തു നോക്കി, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. വിളിച്ച നമ്പരോ മെസ്സേജോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൾക്ക് ഏതോ ഒരു പയ്യനുമായി ബന്ധമുണ്ട്. മിക്കവാറും അത് കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. ദീപ്തി അടിവരയിട്ടു പറഞ്ഞു. ദൈവമേ, അച്ഛനോ വല്ലോ അറിഞ്ഞാൽ കല്യാണം ഉറപ്പിച്ച പെണ്ണാണ്. ഇവൾ എന്ത് വിചാരിച്ചിട്ടാണ്? കാര്യമൊക്കെ അറിയാവുന്നതല്ലേ? അവർക്കറിയാൻ തുടങ്ങി. ഇനി അവൾ വിളിച്ചത് വിവേകിനെ തന്നെ ആയിരിക്കുമോ? നമുക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് കരുതിയാണെങ്കിലോ? എനിക്ക് തോന്നുന്നില്ല. വിവേകിനെയാണ് വിളിച്ചതെങ്കിൽ എന്തിനാ അവൾ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്? നമ്മൾ എങ്ങനെ ഇതൊന്ന് കണ്ടുപിടിക്കുന്നത്? സുഭദ്ര ചോദിച്ചു. കണ്ടുപിടിക്കാൻ വഴിയൊക്കെയുണ്ട്, പക്ഷേ നമ്മൾ സൈബർ സെല്ലിലൊക്കെ പോകണം. ഒന്നും പറ്റിയില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അതല്ലാതെ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്ന്. അങ്ങനെയൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. കൂട്ടുകാരികളെ വല്ലതും ആയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, എനിക്ക് ഉറപ്പാണമ്മേ. പൊട്ടിത്തെറിക്കുന്ന പ്രായമാണ്. ഈ പ്രായത്തിൽ വേണ്ടാത്തതൊക്കെ തോന്നും. എന്താണെങ്കിലും അവൾക്ക് ഏതോ ഒരു പയ്യനോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ അവിടെ വന്ന സമയം തൊട്ട് അമ്മ ശ്രദ്ധിച്ചു. പഴയതുപോലെയല്ല. കുഞ്ഞിനോട് പോലും വലിയ അടുപ്പം കാണിക്കുന്നില്ല. ഏതു നേരവും സ്വപ്നലോകത്ത് തന്നെയാണ്. സാധാരണ ഞാനിവിടെ 2-3 ദിവസം വന്ന് നിൽക്കുമ്പോൾ അവൾക്ക് എന്ത് സന്തോഷമാണ്. എൻ്റെ അടുത്ത് നിന്നും മാറില്ല. അവളങ്ങനെ കുഞ്ഞിനോടൊന്ന് സംസാരിക്കുക പോലുമില്ല. എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ അവൾക്ക് പേടി പോലെ. ഞാൻ ഉറങ്ങിയോന്ന് നോക്കി എഴുന്നേറ്റ് പോകുന്നു. 2-3 ദിവസമായി ഈ പരിപാടി ഞാൻ കാണുക. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. മാത്രമല്ല അവളുടെ കെട്ടിലും മട്ടിലും നടപ്പിലും ഒക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പഴയ പോലെയൊന്നുമല്ല. എപ്പോഴും ഒരുങ്ങിയാണ് നടക്കുന്നത്, ആരെയോ കാണിക്കാൻ വേണ്ടി. എനിക്ക് പേടിയാവുന്നു നീ പറയുന്നത് കേട്ടിട്ട്. അച്ഛനെങ്ങാനും അറിഞ്ഞാൽ? സുഭദ്ര നെഞ്ചിൽ കൈവച്ചു. അച്ഛൻ തൽക്കാലം ഒന്നും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനിയിപ്പോ അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലും അത് പറഞ്ഞ് നമ്മൾ നിർത്തണം. ഇത് കേട്ടപാടെ ഞാനും അമ്മയും വഴക്കുണ്ടാക്കാനല്ല പോകേണ്ടത്. മര്യാദയോടെ അവളോട് കാര്യം പറയണം. വീടിനൊരു നാണക്കേട് ഉണ്ടാക്കരുതെന്ന്. മാത്രമല്ല അച്ഛൻ്റെ അടുത്തേക്ക് സംഭവം എത്താൻ പാടില്ല. വിവേകും അമ്മായിയും ഒന്നും അറിയാനും പാടില്ല. നമുക്ക് തന്നെ തീർക്കാം. പക്ഷെ നമുക്ക് വ്യക്തമായി അറിയണം. ആരാണെങ്കിലും മനസ്സിലാക്കണം. അമ്മ ഒരിക്കലും അവളെ വഴക്ക് പറയാൻ നിൽക്കരുത്. വാശി പിടിപ്പിക്കാതെ സ്നേഹത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ ബാത്റൂം തുറക്കുന്ന ശബ്ദം കേട്ടു. അപ്പോഴേക്കും ദീപ്തി അമ്മയെ കാണിച്ചിരുന്നു. അമ്മ അടുക്കളയിലേക്ക് പൊയ്ക്കോ. പെട്ടെന്ന് അമ്മയെ അവിടെ കണ്ടാൽ അവൾക്ക് സംശയം തോന്നും. പെട്ടെന്ന് തന്നെ സുഭദ്ര അപ്പുറത്തെ മുറിയിലേക്ക് പോയിരുന്നു. ആഹാ, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു? നനഞ്ഞ മുടി കോതിക്കൊണ്ട് അവൾ ചോദിച്ചു. ഞാനിവിടെ ഉണ്ടായിരുന്നു, തുണി മടക്കുമായിരുന്നു. കുഞ്ഞൂട്ടൻ എന്തേ? അവൻ പിള്ളേരുടെ കൂടെ കളിക്കുന്നു. നീ എന്താ ഇന്ന് ലേറ്റായി? സ്പെഷ്യൽ ക്ലാസ് വല്ലതും ഉണ്ടായിരുന്നോ? അവളുടെ മനസ്സറിയാൻ എന്നതുപോലെയാണ് അവൾ ചോദിച്ചിരുന്നത്. ഒന്നും ഉണ്ടായിരുന്നില്ല. നീതുവിന്റെ കൂടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ, റെയിൽവേ സ്റ്റേഷനിൽ. ബാംഗ്ലൂരിലുള്ള ആളാ. കുറച്ച് സാധനം കൊടുക്കാനുണ്ടായിരുന്നു അവൾക്ക്. ഞാനും കൂടി പോയി. ദീപ്തിക്കൊരു അല്പം ആശ്വാസം തോന്നിയിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ അത് നന്നായിരുന്നുവെന്ന് അവൾ ആശ്വസിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് എല്ലാവരും ഓരോ തിരക്കുകളിലേക്ക് മാറിയപ്പോഴാണ് ദിവ്യ അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് അവന്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നത്.
അനുവേട്ട, യാത്ര എവിടെ എത്തി? ട്രെയിനിൽ തന്നെയാ. വല്ലതും കഴിച്ചോ? ഓ, നീ തന്നിട്ടുണ്ടല്ലോ കുറേ സാധനം. ഇനി ഞാൻ പ്രത്യേകിച്ച് എന്ത് കഴിക്കാൻ? അയ്യോ, ഇപ്പോഴാ ഓർത്തെ, ഞാൻ ചപ്പാത്തിയും ബീഫ് കറിയും വാങ്ങിയിട്ടുണ്ട്, അതിൽ വെച്ചിട്ടുണ്ട്. അത് ചീത്തയാകും മുൻപ് എടുക്കണേ. ട്രെയിനിൽ നിന്ന് ഒന്നും വാങ്ങി കഴിക്കേണ്ട കേട്ടോ. അവന്റെ പതിഞ്ഞ ചിരി അവൾ കേട്ടു. എന്താ ചിരിച്ചത്? ഒന്നുമില്ല, നിനക്ക് എന്തൊരു കരുതലാണ് എന്ന് ഓർത്തതാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എല്ലാം ഉണ്ടാക്കി തന്നല്ലേ, ഇപ്പോൾ വാങ്ങിയതല്ലേ? സമ്മതിച്ചു. നീ ലേറ്റ് ആയിരുന്നോ? വീട്ടിൽ ചെന്നപ്പോൾ ഇരുട്ടിയോ? ഇല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടിയിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയില്ല. എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്, അടുത്ത സ്റ്റേഷനിൽ നിന്ന് കയറിയത്. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്കാണ്. ആളെ പറഞ്ഞതിന് മിക്കവാറും ഫോൺ വിളിയൊന്നും ഉണ്ടാവില്ല എന്ന്. അതെന്താ? പെട്ടെന്ന് അവളുടെ മുഖം ഒന്ന് വാടി. അവിടെ ഫോൺ വിളിക്കാനും ഒന്നും സമ്മതിക്കില്ലെന്ന്. 1 മാസം സംസാരിക്കാതെ ഇരിക്കണോ? നീയല്ലേ ഉന്തിത്തള്ളി ഇങ്ങോട്ട് വിട്ടത്? അപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചാലും സാരമില്ല, ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി. നിന്നോട് സംസാരിക്കാതെ 1 മാസം നിൽക്കാൻ എനിക്ക് പറ്റില്ല. സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും. അതൊന്നും വേണ്ട, നാളെ എന്താണെങ്കിലും എനിക്ക് പരീക്ഷ തുടങ്ങുക. അപ്പോൾ പിന്നെ വിളിക്കാൻ സമയം കിട്ടില്ല. അനുവേട്ടൻ ട്രെയിനിങ്ങും പിന്നെ അവിടെ ചെന്ന് സെറ്റാവുന്ന തിരക്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇനിയൊക്കെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് നേരിട്ട് കണ്ടാൽ മതി. കാണാതിരിക്കുമ്പോൾ സ്നേഹം കൂടുകയുള്ളൂ. അതൊന്നും പറ്റില്ല മോളെ. ഞാൻ എന്താണെങ്കിലും ഒരു വട്ടമെങ്കിലും നിന്നെ വിളിക്കും. പക്ഷെ നാളെ തൊട്ട് വിളിക്കേണ്ട കേട്ടോ. ഇവിടെ കുറച്ച് ബന്ധുക്കളൊക്കെ വരുന്നുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടാകും. ഞാനത് പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. നാളെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ദിവ്യേ, അപ്പുറത്തു നിന്നും അമ്മ വിളിച്ചപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്ത് അവിടേക്ക് പോയിരുന്നു. ആ സമയത്ത് തന്നെയാണ് ദീപ്തി അവിടെ ഇരുന്ന ഫോൺ കണ്ടത്. പെട്ടെന്ന് ഫോൺ കയ്യിൽ എടുത്തു നോക്കി. പരിചയമില്ലാത്ത ഒരു നമ്പർ കാണുകയും അവൾ അപ്പോൾ തന്നെ അത് തൻ്റെ മൊബൈലിലേക്ക് ഡയൽ ചെയ്യുകയും ചെയ്തു. ആ നമ്പർ ട്രൂ കോളറിലിട്ട് നോക്കിയപ്പോൾ തന്നെ അനു എന്ന് തിരഞ്ഞിരുന്നു. ഒരു നിമിഷം ഒരു ആശ്വാസം അവൾക്ക് തോന്നിയിരുന്നു. ഇനി അവളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ആയിരിക്കാമെന്ന ആശ്വാസമായിരുന്നു. അതെങ്കിലും ആ നമ്പർ പൂർണ്ണമായി വിശ്വസിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് നമ്പർ ഫോണിൽ സേവ് ചെയ്യുകയും ചെയ്തു. ആ ദിവസം ഏറെ സംശയങ്ങളോടെയാണ് കടന്നുപോയത്. ആ സംശയത്തിന് നാളത്തെ മങ്ങിപ്പിച്ചുകൊണ്ട് ആ നമ്പർ വാട്സപ്പ് ഓണാക്കിയപ്പോൾ DP അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. ആ ചിത്രം അവളുടെ ഹൃദയത്തെ ഭയപ്പെടുത്താൻ കഴിവുള്ളതായിരുന്നു. നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നിയതുപോലെ അവൾക്ക് തോന്നി. ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് അനന്തുവിനെ കണ്ട ദിവസം ഒരുങ്ങിപ്പോയ ദിവ്യയുടെ മുഖം ഓർമ്മ വന്നു. സൂരജിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് അവൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് കണ്ടിരുന്നു. അതോടൊപ്പം വീട്ടിലേക്ക് അവർ എത്തിയപ്പോഴും അവൾ ചായ ഇട്ടതും കൊടുത്തതുമൊക്കെ സംശയത്തിന് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന വസ്തുതകളായി മാറി. പിറ്റേ ദിവസം ഒന്നും ദീപ്തി അമ്മയോട് പോലും പറഞ്ഞിരുന്നില്ല. ഒപ്പം ദിവ്യയോടും. പരീക്ഷ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇക്കാര്യത്തെ പറ്റി പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ദിവ്യ കോളേജിലേക്ക് പോയ സമയത്ത് തന്നെ അമ്മയുടെ മൊബൈലുമായി ഏറ്റവും അടുത്തുള്ളൊരു മൊബൈൽ ഷോപ്പിലേക്കാണ് എത്തിയത്. ചേട്ടാ, ഈ മൊബൈലിൽ കുറേ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ഒന്ന് എടുത്ത് റീട്രീവ് ചെയ്തു തരണം. പറഞ്ഞപ്പോൾ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു വലിയ തുക പറഞ്ഞപ്പോൾ അയാൾ അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. തിരികെ ഫോണുമായി വീട്ടിൽ വന്ന ദീപ്തി മുറിയിലേക്ക് കയറി മെസ്സേജുകൾ വായിച്ചപ്പോൾ തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അവൾക്ക് മനസ്സിലായിരുന്നു. ഇനി ഇത് മൂടി വെക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അടുക്കളയിലേക്ക് ചെന്നിരുന്നു. അമ്മയുടെ സാമ്പാറിനുള്ള കഷണങ്ങൾ അരിയുകയാണ്. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കാതെ ഹാൻഡിൽ ചെയ്യണം, ഒരു മുഖവര പോലെ അവൾ പറഞ്ഞു. തുടങ്ങിയപ്പോൾ തന്നെ കാര്യമെന്തോ പ്രശ്നമുള്ളതാണെന്ന് അമ്മയ്ക്ക് തോന്നിയിരുന്നു. എന്താടി, എന്തു പറ്റി? ഒരു പ്രശ്നമുണ്ടമ്മേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ ദിവ്യയ്ക്ക് ആരുമായിട്ടോ ബന്ധമുണ്ടെന്ന്. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആണോ? ആരാ? പെട്ടെന്ന് അവരുടെ മുഖത്ത് പരിഭ്രാന്തി നിറഞ്ഞു. ആരാണെന്നറിഞ്ഞു. ആ കല്ലിങ്കലെ അവിടുത്തെ അമ്പലിയുടെ മോനില്ലേ, അവനുമായി. ഏതാ ലോറിക്കാരന്റെ ഭാര്യയോ? അമ്പരപ്പോട് ചോദിച്ചു. അതെ, ആ ചെറുക്കനുമായിട്ട് തന്നെയാ. അവനുമായിട്ട് പ്രേമത്തിലാണെന്ന് അവളും അവനും കൂടി സംസാരിച്ചിരിക്കുന്ന മെസ്സേജൊക്കെ ഞാൻ കണ്ടു. അത് വലിയ പ്രശ്നമുള്ള മെസ്സേജാണ്. പലവട്ടം അവൾ അവനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരും സമ്മതിച്ചില്ലെങ്കിൽ അവന്റെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന്. മകളുടെ വാക്കുകൾ ആദിയോടെ അവർ കേട്ടു. ഈശ്വര, എന്താ അവൾ കാണിക്കുന്നേ? എനിക്കറിഞ്ഞുകൂടാ. ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമാണെന്നാ തോന്നുന്നത്. വിവേകൊന്നും ഇക്കാര്യം അറിയാൻ പാടില്ല. അച്ഛനും അറിയരുത്. ഇപ്പോൾ അവളും അറിയണ്ട. പരീക്ഷയല്ലേ? നമ്മൾ ഈ കാര്യം അറിഞ്ഞുവെന്ന് അവൾ അറിഞ്ഞാൽ അവളുടെ സമാധാനം പോകും. ഏതായാലും പരീക്ഷയാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് ഹൈദരാബാദിലുള്ള സിന്ധു അപ്പച്ചിയുടെ അടുത്തേക്ക് വിടാം. അവിടെ 2-3 മാസം നിൽക്കട്ടെ. അത് കഴിയുമ്പോൾ അവൾ പതുക്കെ അവനെ മറന്നുകൊള്ളും. ഇപ്പോൾ ട്രെയിനിങ്ങിനോ മറ്റോ പോയിരിക്കുകയാണെന്ന് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ അവൾ കാണില്ല.
ഇനി അവളുടെ ഒരു വിവരങ്ങളും അവൻ അറിയാൻ പാടില്ല. അപ്പോൾ തന്നെ മാറിക്കോളും. എന്ത് ട്രെയിനിങ്ങിനാ പോയിരിക്കുകയാണ് എനിക്കറിയില്ല. എന്തെങ്കിലും ചെറിയ വല്ല ജോലിയോ കാണും. അതിന്റെ ട്രെയിനിങ് ആയിരിക്കും. ഇവൾ എന്ത് കണ്ടിട്ട് അവനെ കയറി പ്രേമിച്ചതെന്നാണ്. ഈ നാട്ടിൽ ഇത്രയും വൃത്തികെട്ടൊരു കുടുംബമുണ്ടോ? ആരെങ്കിലും ആ വീട്ടിലേക്ക് അവന് പെണ്ണ് കൊടുക്കുമോ? അവന് വേറെ പെണ്ണ് കിട്ടില്ല. അതുകൊണ്ട് പൈസയുള്ള വീട്ടിലെ ഒരു പെണ്ണിനെ കയ്യും കലാശവും കാണിച്ചു വിളിക്കാമെന്ന് വിചാരിച്ചു കാണും. രോഷം കൊണ്ട് തിളച്ചു അമ്മ. അവനെ മാത്രം കുറ്റം പറയേണ്ട. നമ്മുടെ പെണ്ണത്ര മോശമൊന്നുമല്ല. അവനൊക്കെ കേട്ട് വന്നപ്പോൾ എന്തിനാ മയങ്ങാൻ നിന്ന് കൊടുത്തത്? അങ്ങനെ ഒരാളുടെ ഭാഗത്ത് മാത്രമൊന്നുമല്ല തെറ്റ്. എന്റെ സംശയം ഇവൾ അങ്ങോട്ട് പ്രേമിച്ചതാണ് എന്നാണ്. പൊടി, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. മെസ്സേജൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അമ്മേ, ആദ്യത്തെ 2-3 മാസം ഇവൾ അങ്ങോട്ട് മാത്രം മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ചൊരു മെസ്സേജും അവൻ അയച്ചിട്ടില്ല, തിരിച്ചു വിളിച്ചിട്ടുമില്ല. പക്ഷെ ഇവൾ നിരന്തരമായി മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ അടുത്ത 2-3 മാസങ്ങളിലായി ഇവൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് കുറവാണ്. ഇങ്ങോട്ടാണ് കൂടുതലായിട്ട് മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും. അവളെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പൂച്ചയെപ്പോലെ ഇരിക്കുന്നവരെ വേണം അമ്മയെ സൂക്ഷിക്കേണ്ടത്. എനിക്കറിയാം അവനെ. ഞാൻ കണ്ടിട്ടുണ്ട് 1-2 തവണ. ആ ചെറുക്കനെ കണ്ടിട്ടുള്ളൂ. ഒരു തെമ്മാടി ചെക്കനാണ്. അടിയുണ്ടാക്കി കുടിച്ചു നടക്കുന്ന ഒരെണ്ണം. എത്ര വട്ടം ഞാൻ കണ്ടിട്ടുണ്ടോ? അപ്പോഴെല്ലാം ചുണ്ടിൽ ഒരു സിഗരറ്റും കാണും. മുടി വെട്ടില്ല, താടി വടിക്കില്ല, ഭ്രാന്തനെ പോലെ. ദൈവമേ, എനിക്ക് കേൾക്കണ്ട, മറ്റാരും അറിയേണ്ട. അവൾ വിവേകിനെ ഇഷ്ടമല്ലെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. ഇഷ്ടമല്ലെന്നൊന്നും പറഞ്ഞില്ല. അവൾ കാങ്ങളെ പോലെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനർത്ഥം ഇഷ്ടമല്ല എന്ന് തന്നെയല്ലേ അമ്മേ? ഇതിപ്പോൾ ഒത്തിരി നാളായി വിളിയും പറച്ചിലും തുടങ്ങിയിട്ട്. ഏതാണ്ട് 6-7 മാസമായി പറച്ചിലൊക്കെ തുടങ്ങിയിട്ട്. അവൾ അവനെ വിളിക്കുന്നത് അനുവേട്ട എന്നാണ്. അവന്റെ വാട്സപ്പിലും ട്രൂ കോളറിലും ഒക്കെ ഇട്ടിരിക്കുന്ന പേരും അനുവെന്ന് തന്നെയാ. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം അല്പം കൂടിയതാണ്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് ഒരു വാശിക്ക് അവന്റെ കൂടെ ഇറങ്ങിപ്പോകാനും അവൾ മടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. നീ എന്താ പറഞ്ഞു വരുന്നത്? പതുക്കെ പതുക്കെ വേണം അകറ്റാൻ. ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഈ പഴയ ബാറ്ററി അമ്മയുടെ ഫോണിൽ ഇട്ടേക്കണം. പണ്ടത്തെ അമ്മയുടെ ബാറ്ററിയാണ്. ബാറ്ററി പോയെന്ന് അവൾ കരുതിക്കോളും. ഇനി ഫോൺ സ്വിച്ച് ഓൺ ആകരുത്. അമ്മയ്ക്കിപ്പോൾ അത്യാവശ്യമൊന്നുമില്ലല്ലോ. ബാറ്ററി പോയി എന്ന് പറഞ്ഞാൽ മതി. കുറച്ച് നാളത്തേക്ക് രണ്ടും കൂടി സംസാരിക്കേണ്ട. അങ്ങനെ ഇരിക്കട്ടെ. ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ അവളെ കാണാൻ അവന് കിട്ടരുത്. അപ്പോഴേക്കും നമുക്ക് അവളെ ഹൈദരാബാദിലേക്ക് പറഞ്ഞു വിടണം. ഒരു 3 മാസം അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അമ്മയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വിവേകുമായുള്ള വിവാഹ നിശ്ചയം നടത്തണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അച്ഛനോട് കൂടി ആലോചിക്കാം. വിവാഹ നിശ്ചയം കഴിയുന്നത് വരെ ഈ കാര്യം അച്ഛനും അറിയരുത്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ദിവ്യ പോലും അറിയരുത്. നമ്മൾ അവളോട് സ്നേഹത്തോട് നിൽക്കണം, സാധാരണ നിൽക്കുന്നതിലും കൂടുതൽ. മകൾ പറഞ്ഞതിന്റെ അർത്ഥം ഏകദേശം അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. എങ്ങനെയും ആ ബന്ധത്തിൽ നിന്നും ദിവ്യയെ അകറ്റണമെന്ന് മാത്രമായിരുന്നു രണ്ടുപേർക്കും ആ നിമിഷം മനസ്സിലുണ്ടായിരുന്നത്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.